സംസ്ഥാനത്ത് വീണ്ടും ഒരു ബാർക്കോഴ ആരോപണം ഉയർന്നിരിക്കുകയാണ്. ബാർ ഉടമകളുടെ സംഘടനാ നേതാവ് തന്നെ ഒരു ശബ്ദരേഖ, ഒരു സന്ദേശം നൽകുകയാണ് അവിടെയുള്ള അംഗങ്ങൾക്ക്. നമ്മുടെ മദ്യനയത്തിൽ ചില ഇളവുകൾ കൊണ്ടുവരണമെങ്കിൽ കോഴ നൽകണം, പണം നൽകേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിന് അംഗങ്ങൾ 2.5 ലക്ഷം രൂപ പണമായി പിരിക്കേണ്ടിയിരിക്കുന്നു. പണം നൽകണം, അത് 2 ദിവസത്തിനുള്ളിൽ തന്നെ നൽകണമെന്ന ശബ്ദരേഖ പുറത്തു വന്നതോടുകൂടിയാണ് വിവാദങ്ങൾക്ക് തിരിതെളിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ സംഘടന അദ്ദേഹത്തെ തള്ളിക്കളയുകയാണ്. അങ്ങനെയൊരു പണപ്പിരിവ് നടന്നിട്ടില്ല. പണപ്പിരിവ് നടന്നിട്ടുള്ളത് അത് തിരുവനന്തപുരത്ത് ഒരു കെട്ടിടം വാങ്ങാൻ വേണ്ടിയാണ്. സംഘടനയ്ക്കുള്ളിലെ വിഭാഗീയതയാണ് നിലവിലെ വിവാദത്തിന് പിന്നിലെന്ന് സംഘടന ഒരു വിശദീകരണം നൽകുന്നു. എന്തായാലും പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സർക്കാരിനെതിരെയാണ് പ്രധാനമായും ഈ വിവാദം ആയുധമാക്കുന്നത്. എക്സൈസ് മന്ത്രി രാജിവെക്കണം, കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. സർക്കാർ തലത്തിലും പ്രതികരണം വന്നിരിക്കുകയാണ്, വിശദീകരണം വന്നിരിക്കുന്നു. എക്സൈസ് മന്ത്രി ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള പണപ്പിരിവ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് എക്സൈസ് മന്ത്രി പ്രതികരിക്കുന്നു. ഇത് ഇനി വരും ദിവസങ്ങളിൽ ഏത് രീതിയിൽ ചൂടേറിയ ചർച്ചയാകുമെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അജിംസ്, ഇപ്പോൾ ഈ സംഘടനാ നേതാവിൻ്റെ ആ ശബ്ദരേഖ അത് എത്രത്തോളം വാസ്തവമുള്ളതായിരിക്കും? അതിന് പിന്നിലെ ദുരൂഹതകൾ എന്തൊക്കെയാണ്? നമ്മളത് എത്രത്തോളം വാസ്തവമുള്ളതായിരിക്കും ചിന്തിക്കുമ്പോൾ ആലോചിക്കണം. 2014 ബാർക്കോഴ 1 അന്നത്തെ സംഭവം ആലോചിക്കണം. അത് വാസ്തവമുള്ളതായിരുന്നു? ആ കേസ് അന്വേഷിച്ചിട്ട് ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടു? ഒന്നും ഉണ്ടായിട്ടില്ല. കേരളത്തിലെ മദ്യവ്യവസായം, ഈ പറയുന്ന ബാർ ഉടമകൾ സർക്കാരിന് പണം നൽകും, അത് ഏത് സർക്കാരും ആവട്ടെ, പണം നൽകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവർ പണം നൽകും. സർക്കാരിൻ്റെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളൊന്നാണ് ബാറും പാറമടയും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാർട്ടികൾക്ക് സംഭാവന, പ്രത്യേകിച്ചും ഭരിക്കുന്ന പാർട്ടികൾക്ക് സംഭാവന നൽകുന്ന 2 വിഭാഗമാണ് ബാർ ഉടമകളും അതുപോലെ പാറമടവും. കാരണം വെച്ചാൽ ഇതിൽ രണ്ടിലും സർക്കാരിൻ്റെ പോളിസി അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. സർക്കാർ സ്വീകരിക്കുന്ന ഒരു പോളിസി ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. പാറമട ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് 100 മീറ്റർ അകലെ മാത്രമേ പാടുള്ളൂ എന്നായിരുന്നു കേരളത്തിലുണ്ടായിരുന്ന ചട്ടം. ആ ചട്ടം കഴിഞ്ഞ് പിണറായി വിജയൻ സർക്കാർ ഭേദഗതി ചെയ്ത് 50 മീറ്റർ ആക്കി. അങ്ങനെ 50 മീറ്റർ ആക്കുമ്പോൾ ഒരു പാറമട ഉടമയ്ക്ക് ഉണ്ടാകുന്ന ലാഭം എത്രയാണ് എന്ന് സർക്കാർ കണക്ക് കൂട്ടുന്നുണ്ട്. വെറുതെ അല്ലാതെ 50 മീറ്റർ ആക്കുന്നത്. 50 മീറ്റർ ആക്കുമ്പോൾ എത്ര പുതിയ പാറമടകൾ വരും, അവിടെ എത്ര ക്യൂബിക് മീറ്റർ കരിങ്കലുണ്ടാകും, അതിൽ നിന്ന് എത്ര ലാഭം അയാൾക്കുണ്ടാകും. അങ്ങനെ അത്ര ലാഭം ഉണ്ടാവുമെങ്കിൽ എത്ര രൂപ നമ്മുടെ പാർട്ടിക്ക് സംഭാവന കിട്ടും. ഇത് പരിശോധിച്ചതിന് ശേഷമാണ് പോളിസി തിരുത്തുന്നത്. അതുപോലെയാണ് ഇപ്പോൾ 2014 ഉണ്ടായ ബാർക്കോഴ വിവാദം എന്തായിരുന്നു? അതായത് വേണ്ടത്ര ക്വാളിറ്റി ഇല്ലാത്ത ബാറുകൾ അടച്ചുപൂട്ടുക, ക്വാളിറ്റിയുള്ള 3 സ്റ്റാർ സൗകര്യമുള്ള ബാറുകൾക്ക് മാത്രം അനുമതി കൊടുക്കുക എന്നൊരു നയം UDF സർക്കാർ സ്വീകരിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ അധികം ബാറുകൾ അടച്ചുപൂട്ടി കഴിഞ്ഞപ്പോൾ കുറേ അധികം ബാർ ഉടമകൾ എന്ത് ചെയ്തു? അവരുടെ ക്വാളിറ്റി, ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ് ചെയ്ത് ഒരു 3 സ്റ്റാർ സൗകര്യമുള്ളതാക്കി മാറ്റി. അപ്പോൾ അങ്ങനെ അടച്ചുപൂട്ടിയ ബാറുകൾ തുറക്കാൻ വേണ്ടി ബാർ ഉടമകളിൽ നിന്ന് പണം പിരിച്ചു എന്നായിരുന്നു അന്ന് ഉണ്ടായിരുന്ന ആരോപണം. ബാർ തുറക്കാനും ബാർ അടപ്പിക്കാനും പണം മേടിച്ചു എന്ന് പിന്നീട് ബിജു രമേശ് ആരോപിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് പണം വാങ്ങിയത് ശരിയാണ് എന്ന് ശരിവെക്കുന്ന ഇതുപോലെ ധാരാളം ശബ്ദരേഖകൾ ആ സമയത്ത് പുറത്തു വന്നു. ആദ്യമായി അത് ഉന്നയിക്കുന്നത് ബിജു രമേശ് ഒരു ചാനൽ ചർച്ചയിലാണ് അത് ഉന്നയിക്കുന്നത്. അതിനുശേഷം അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന നിരവധി വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നു. ചില രാഷ്ട്രീയ പാർട്ടികൾ, ഉദാഹരണത്തിന് ബാലകൃഷ്ണപിള്ളയും PC ജോർജും ബിജു രമേശുമായി സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് വരാൻ വന്നിരുന്നു. അതിൽ ബാലകൃഷ്ണപിള്ള ഓഡിയോ ക്ലിപ്പിൽ പറയുന്നുണ്ട് ഇവരൊക്കെ മരിച്ചുപോയി, ബാലകൃഷ്ണപിള്ള മരിച്ചുപോയി, അദ്ദേഹം പറയുന്നുണ്ട് പൈസ വാങ്ങിയത് എനിക്കറിയാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ 2 പേരെ ലക്ഷ്യം വെച്ചായിരുന്നു അന്ന് ഈ ബാർക്കോഴ ആരോപണം. ഒന്ന് KM മാണി, മറ്റൊന്ന് K ബാബു, അന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന K ബാബു. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കാം പണം കൊടുത്തിട്ടും, ആ വോയിസ് ക്ലിപ്പ് പുറത്തു വന്ന്, പണം കൊടുത്തിട്ടും ബാറുകൾ തുറന്നു കിട്ടിയില്ല എന്നുള്ളതായിരുന്നു ബാർ ഉടമകളുടെ പരാതി. അപ്പോൾ ഈ വിവരം പുറത്തു പറയാൻ ബിജു രമേശ് ഉൾപ്പെടെയുള്ള കുറേ അധികം ആളുകൾ തീരുമാനിച്ചു. അവർ മീറ്റിംഗ് കൂടി ഇതുമായി നിയമ നടപടിയുമായി മുന്നോട്ട് പോകണം, എന്ത് വന്നാലും ഈ പണം കൊടുത്ത കാര്യം പുറത്തു പറയണമെന്ന് പറഞ്ഞാൽ അവർ തീരുമാനമെടുത്താണ്. പിന്നീട് അതിൽ ഈ ആരോപണം ഉന്നയിക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ്. ഒക്ടോബർ 30-ാം തീയതി മറ്റുമാണ് ബിജു രമേശ് ആരോപണം ഉന്നയിക്കുന്നത്. ഒക്ടോബർ 31-ാം തീയതി തന്നെ അന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അതിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. ഒരു ആരോപണം ഉയർന്ന പിറ്റേന്ന് തന്നെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ ഇത് വിജിലൻസ് അന്വേഷിച്ചിട്ട് കാര്യമില്ല, CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഒരാഴ്ച കഴിഞ്ഞ് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി VS-ന്റെ ആവശ്യത്തെ തള്ളി. അങ്ങനെ CBI അന്വേഷിക്കേണ്ട ആവശ്യമില്ല, കാരണം ആ സമയത്ത് നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത്. കേന്ദ്ര ഏജൻസി വരണ്ട എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടി പോയി. പക്ഷേ വിജിലൻസ് അന്വേഷണം എവിടെ എത്തിയിട്ടില്ല. അപ്പോഴാണ് പുതുതായിട്ട് ഈ ആരോപണം വരുന്നത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം,
ഡ്രൈ ഡേ എന്ന പേരിൽ എല്ലാ മാസവും 1-ാം തീയതി ബാറുകളും മദ്യശാലകളും അടച്ചു പൂട്ടിയിടുക എന്നുള്ള സർക്കാരിൻ്റെ ഒരു പോളിസിയാണ്. അപ്പോൾ ആ പോളിസിയിൽ മാറ്റം വരാൻ പോകുന്നു എന്ന് ഇന്നലെ മാധ്യമങ്ങളിൽ വാർത്ത വന്നതാണ് അല്ലേ? ഇന്നലെയാണ് വാർത്ത വന്നത്. അതായത് ആ പോളിസിയിൽ മാറ്റം വരാൻ പോകുന്നു. 1-ാം തീയതി തുറക്കുന്നു. 1-ാം തീയതി തുറക്കുമ്പോൾ കൂടുതൽ മദ്യവിൽപ്പന നടക്കും. ഒരു ദിവസം അടച്ചിടുന്നതിനേക്കാൾ കൂടുതൽ മദ്യവിൽപ്പന നടക്കും. അങ്ങനെ മദ്യവിൽപ്പന നടന്നാൽ ഈ സ്വകാര്യ ബാറുകൾക്ക് എത്ര ലാഭം ഉണ്ടാകും എന്നുള്ളത് സർക്കാർ കണക്കൂട്ടുന്നുണ്ടാവും. ഇത്ര ബാറുകളുണ്ട്, അപ്പോൾ ഒരു ദിവസം കൂടി കൂടുതൽ മദ്യം വിറ്റാൽ എത്ര മദ്യം വിൽക്കും, അതിൽ എത്ര ലാഭം അവർക്ക് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഉണ്ടായാൽ ബാറുടമകൾക്ക് ലാഭം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ഒരു സംഭാവന തന്നേക്കും എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അങ്ങനെ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുന്നുണ്ട്. അത് CPM-നും കിട്ടുന്നുണ്ടാവും, കോൺഗ്രസ് വരുമ്പോൾ അവരും കിട്ടുന്നുണ്ടാവും. ഞാനതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഉമ്മൻചാണ്ടി സർക്കാർ അവസാനത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ഈ പറയുന്ന ബാറുകൾ അടച്ചിട്ടിരുന്നു. ബിയർ വൈൻ പാർലറുകൾ മാത്രമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. പിന്നീട് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം 5 സ്റ്റാർ ബാറുകൾ മാത്രം ഉണ്ടായിരുന്നു. അതായത് ബാറുകളൊക്കെ അടഞ്ഞു കിടക്കുക. പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ അടഞ്ഞു കിടന്ന ബാറുകൾ തുറക്കുന്നത്. ഈ തുറക്കാനെടുക്കുന്ന തീരുമാനം നടക്കുന്നത് 2017-ലാണ്. 2016-ൽ പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നു. 2017-ലാണ് ഈ ബാറുകൾ തുറന്നു കൊടുക്കുന്നത്. ഈ ബാറുകൾ തുറന്നു കൊടുത്തതിന് ശേഷം, ആ തുറന്നു കൊടുക്കാൻ എടുത്ത തീരുമാനത്തിന് ശേഷം CPM സംസ്ഥാന വ്യാപകമായി ബക്കറ്റ് വിരുദ്ധ നടത്തി. ആ ബക്കറ്റ് വിരുദ്ധ എങ്ങനെയാണെന്ന് വെച്ചാൽ, ചെറിയ ആളുകളൊന്നുമല്ല, അന്നത്തെ മന്ത്രിമാരുൾപ്പെടെ, ശൈലജ ടീച്ചർ അങ്ങനെയുള്ള മന്ത്രിമാരുൾപ്പെടെ ഇറങ്ങി നടന്ന് ബക്കറ്റുമായി നടന്ന് ആളിൽ നിന്ന് പിരിവെടുത്തു. ഇപ്പോൾ CPM-ന് പല രീതിയിലുള്ള ധനസമാഹരണ പരിപാടികളുണ്ട്. ഇപ്പോൾ ഒന്ന് പാർട്ടി ലെവി പിരിക്കുന്നുണ്ട് പ്രവർത്തകരിൽ നിന്ന്. അവർ സ്വയം പര്യാപ്തരാണ് അക്കാര്യത്തിൽ. പ്രവർത്തകരിൽ നിന്ന് ലെവി പിരിക്കുന്നുണ്ട്. അതുപോലെ പല രീതിയിലുള്ള വരിസംഖ്യകൾ അങ്ങനെയൊക്കെയായിട്ട് പാർട്ടിക്ക് വരുമാനം ശമ്പളത്തിൽ നിന്നുള്ള ലെവിയുണ്ട്. അതുകൂടാതെ അവർ പണം സ്വീകരിക്കുന്നുണ്ട്, സംഭാവന സ്വീകരിക്കുന്നുണ്ട് വ്യവസായികളിൽ നിന്ന്. അതിൻ്റെ കണക്കൊക്കെ അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. എന്നൊക്കെ ഇരിക്കെ എന്തിനായിരിക്കും ഇങ്ങനെ വളരെ പെട്ടെന്ന് അന്ന് എന്തോ EK നായനാർ സ്മാരകം പണിയാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ടാണ് സംസ്ഥാനത്ത് മുഴുവൻ, ഒരു സ്ഥലത്തല്ല, ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്, അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെയാണ് ഈ ബക്കറ്റ് ആയിട്ട് നടക്കുന്നത്. അതെന്തിനാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്? അത് ബക്കറ്റ് പിരിച്ച് പണം സമാഹരിക്കാനല്ല, ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയാം. നേരത്തെ പിരിച്ചു വെച്ച പൈസയ്ക്ക് കണക്കുണ്ടാക്കാൻ വേണ്ടി ഒരു ക്രൗഡ് ഫണ്ടിങ് നടത്തുക എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് ഞാൻ CPM-നെ കുറ്റം പറയുന്നതല്ല കേട്ടോ, ഇതെല്ലാവരും ചെയ്യുന്നതാണ്. ഇത് കോഴയാണെങ്കിൽ ഇത് കോഴയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു ഏറ്റവും ദൗർഭാഗ്യകരമായ പ്രശ്നം, ഇപ്പോൾ ബാറുടമകളിൽ നിന്ന് പണം വാങ്ങുക, പാറുടമകളിൽ നിന്ന് പണം വാങ്ങുക, ഇങ്ങനെയൊക്കെ പണം വാങ്ങിയിട്ട് തന്നെയാണ് പാർട്ടികളൊക്കെ പ്രവർത്തിക്കുന്നത്. കേരളത്തിലൊക്കെ അതിൻ്റെ എമൗണ്ട് കുറവാണ്. കേരളത്തിന് വെളിയിൽ ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിലും ആന്ധ്രയിലൊക്കെ ആണെങ്കിലും ഈ എമൗണ്ടൊക്കെ നമ്മൾ പേടിച്ചു പോകും വാങ്ങുന്ന പണം തന്നെ. നമ്മൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ എമൗണ്ട് കണ്ടാണല്ലോ. അപ്പോൾ ഇത് അഴിമതിയാണെങ്കിൽ ഈ അഴിമതി തടയാൻ നിലവിൽ നിയമങ്ങളോ അഴിമതി വിരുദ്ധ ഏജൻസികളോ രാജ്യത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. ഒന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ഭേദഗതി ചെയ്ത നിയമങ്ങളിലൊന്ന് അഴിമതി വിരുദ്ധ നിയമമാണ്. അപ്പോൾ അതിൻ്റെ പല്ലും നഖവും ആ അഴിമതി വിരുദ്ധ ഏജൻസികളുടെ പല്ലും നഖവും കുഴിച്ചു. കേരളത്തിൽ തന്നെ വിജിലൻസിന് ഒരു കേസ് എടുക്കണമെങ്കിൽ അതൊരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെയാണെങ്കിൽ സർക്കാരിൻ്റെ അനുവാദം വേണം. കേസ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്താം. കേസ് എടുക്കണമെങ്കിൽ സർക്കാരിൻ്റെ അനുമതി വേണം. അപ്പോൾ ഇത് അന്വേഷണം പ്രഖ്യാപിച്ചാൽ തന്നെ ആരെങ്കിലും ശിക്ഷിക്കപ്പെടാനോ അല്ലെങ്കിൽ അത് പിടിക്കപ്പെടാനോ ഒന്നും പോകുന്നില്ല. കുറെ നാളൊരു രാഷ്ട്രീയ കാര്യത്തിലൊക്കെ സംഭവിച്ചതുപോലെ അത് കേന്ദ്ര ഏജൻസി വരണം. അത് വേറൊരു അപകടം എന്താണെന്ന് വെച്ചാൽ അത് അന്വേഷിക്കാൻ CBI അല്ല വരുന്നത്. ED നേരിട്ട് വരും. ഇപ്പൊ 25 കോടിയാണ് ഇവിടെ കൊടുത്തു പറഞ്ഞാൽ 25 കോടിക്ക് വേണ്ടി ED വരും. ആ പൈസ അവിടെ ഒളിപ്പിച്ചെന്ന് കാണിച്ച് ഇവരെയൊക്കെ പിടിച്ച് അതാണ് ചെയ്യുക. ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് ഇത് അന്വേഷണം ഒന്നും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് പ്രതിപക്ഷം പോലും ഇത് അത്ര ശക്തിയായി ഉയർത്താൻ സാധ്യതയില്ല. കാരണം ഒരെണ്ണം അവിടെ കിടക്കുകയാണ്, ഡെമോക്രസിന്റെ വാൾ. അത് അന്വേഷണം എടുത്തിട്ടില്ലല്ലോ. ഇതിലിപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതും അന്വേഷിക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അന്ന് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഉൾപ്പെടെ ആരോപണം ഉണ്ടായിരുന്നു. അതിൽ രമേശ് ചെന്നിത്തല, K. ബാബു ഒക്കെ അതിൽ ആരോപണ വിധേയരാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നൊരു കേസിൽ അവരെന്ത് ചെയ്യും? ആ പഴയ കേസോടും പൊക്കിയിടും. അതുകൊണ്ട് പ്രതിപക്ഷവും ഇത് അധികമായിട്ട് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിലൊരു അന്വേഷണവും പ്രഖ്യാപിക്കരുത്. MP ഗോവിന്ദൻ പറഞ്ഞല്ലോ, പണം ഇല്ലാത്ത വാർത്തകളുടെ പേരിൽ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല, അങ്ങനെ ഒരു പോളിസി ചേഞ്ച് ഉണ്ടായിട്ടില്ല. ഇല്ലാത്ത വാർത്തകളുടെ പേരിൽ ആരെങ്കിലും പണപ്പിരിവ് നടത്തിയാൽ അതന്വേഷിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ പണപ്പിരിവിനെ കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ ആരെയാണ് ആദ്യം പൊക്കുക? ഈ ശബ്ദരേഖ പുറത്തു വന്നാളെ പൊക്കും. ബാക്കി കാര്യങ്ങൾ അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകും. ഇപ്പോൾ ഇതിൽ സംഭവിക്കാൻ പോണത്, ഇത് പ്രതിപക്ഷം കുറച്ച് ആവേശം കാണിക്കുകയാണെങ്കിൽ കുറച്ച് നാളിത് രാഷ്ട്രീയവാദമായിരിക്കും. അല്ലാണ്ട് ഇതിലൊരു അഴിമതി വിരുദ്ധ നടപടിയൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒരു 1-2 ദിവസം കൊണ്ട് ഇതങ്ങ് തീരുമോ ഈ വിവാദം? അല്ല, ഇതിൽ ഇപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രാഷ്ട്രീയ പാർട്ടികൾ പണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു ബജറ്റ് ഒരു മികച്ച ധനസമാഹരണ സംവിധാനമാക്കി മാറ്റുക എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ കോഴിക്കച്ചവടം ഉദാഹരണം പറയുകയാണ്. കോഴിക്കച്ചവടക്കാർ
കോഴിക്കച്ചവടക്കാരുടെ ഈ പുതിയ ബജറ്റിൽ അവരുടെ നികുതി വിഹിതം ഇപ്പോൾ ഉള്ളതിൽ നിന്ന് ഒരു 5% വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ധനമന്ത്രാലയത്തിൻ്റെ തീരുമാനം. അല്ലെങ്കിൽ അവരുടെ പ്ലാൻ അങ്ങനെയാണെന്ന് വിചാരിക്കുക, 5% വർദ്ധിപ്പിക്കുക. അപ്പോൾ ബജറ്റ് പ്രസംഗത്തിൽ എന്ത് ചെയ്യും? അതൊരു 15% വർദ്ധിപ്പിക്കുന്നതായിട്ട് ഒരു പ്രസംഗം അടിക്കും. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യും? ഈ ഇവരുടെ അസോസിയേഷൻ വന്നിട്ട് മന്ത്രിയുടെ കാലത്തിൽ ഒരു ഈ നടക്കില്ല, ഭയങ്കര പ്രയാസമാണ്, ഇപ്പോൾ ബുദ്ധിമുട്ടാണെന്ന് പറയും. അപ്പം പറയാം നമുക്ക് കുറക്കാം, പക്ഷേ ചില കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഈ അസോസിയേഷൻ എന്ത് ചെയ്യും? അസോസിയേഷനിലേക്ക് ഈ മെസ്സേജ് പാസ് ചെയ്യും, നമുക്കിത് കുറപ്പിക്കാം, പക്ഷേ ഇത്ര ഒരു എമൗണ്ട് വേണം. അപ്പോൾ ഓരോ കോഴി സ്റ്റാൾ ഉടമ അല്ലെങ്കിൽ ഓരോ വ്യവസായിയും അയാളെ സംബന്ധിച്ച് ചെറിയൊരു എമൗണ്ട് ചിലവഴിച്ചാൽ മതി. ഇപ്പോൾ 5 കോടിയാണ് ചോദിച്ചതെന്ന് വിചാരിക്കുക. പക്ഷേ ഈ ഒരു കോഴി സ്റ്റാൾ ഉടമക്ക് അത്ര ആ പൈസ വരില്ലല്ലോ. അയാൾ ചെറിയൊരു തുക ചിലവഴിച്ചാൽ മതി. അത് മുഴുവൻ സമാഹരിച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുന്ന എമൗണ്ടായി. ഈ 15% നിന്ന് 5% കുറച്ച് കൊടുത്തു. സർക്കാരിൻ്റെ പോളിസി എന്താ? 5% കൂട്ടാനാണ്. കാര്യം നടന്നു, പൈസയും കിട്ടി, എല്ലാവരും ഹാപ്പി. പിന്നെ പാർട്ടി ഹാപ്പി, മന്ത്രി ഹാപ്പി, കോഴി സ്റ്റാൾ നടത്തിപ്പുകാർ ഹാപ്പി, നമ്മൾ ഹാപ്പി, എല്ലാവരും ഹാപ്പി. അങ്ങനെ പോകും. ഈ GST വന്നതിന് ശേഷം ഇതിൻ്റെ സാധ്യതകൾ കുറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ് ലെവലിൽ. കാരണം ഈ കൺസോളിഡേറ്റഡ് ടാക്സ് ആയതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികൾ പൈസ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നമ്മളിങ്ങനെ കുറേ പൊട്ടന്മാർ ഇതിലൊരു വാർത്തകൾ ചെയ്തു, ഓരോ ദിവസം ഒരു വാർത്തകൾ അങ്ങനെ പോയി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതിൽ ഈ കളി ഉണ്ടല്ലോ, ഇത് ഞങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞ മാതിരി ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു ഏരിയയാണ് മദ്യവ്യവസായം. അപ്പോൾ അത് എന്ന് വെച്ചാൽ മദ്യവ്യവസായത്തിനെതിരെ മദ്യത്തിൻ്റെ വ്യാപനം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സോഷ്യൽ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന ഏതൊരു ഇളവും അത് ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് ഈ ബാർ മുതലാളിമാരെയും മദ്യവ്യവസായികളെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സർക്കാരിന് സാധിക്കും. അപ്പം അത്രയും റിസ്ക് എടുത്ത് ചെയ്യുന്ന ഒരു സംഗതിക്ക് നിങ്ങൾ ഇത്രയും അത് ചെയ്യണം, നിങ്ങൾ ഇത്രയും ത്യാഗം സഹിക്കണം, ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താനും പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയ വളരെ സേഫായിട്ടുള്ള, വളരെ എളുപ്പം കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ജാതി പണികളൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. ഇതിനകത്ത് ഇപ്പം ഈ അജിംസ് പറഞ്ഞ ഒരു ഇത് അധികം നിൽക്കില്ല. ഇത് കുറച്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതുണ്ടാകും. പിന്നെ കൗണ്ടിങ് വരികയാണല്ലോ, കൗണ്ടിങ് വന്ന് പിന്നെ മൊത്തം ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്ക് പോകും. പക്ഷെ ഇതിനിടയിൽ കൂടെ സംഭവിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ LDFൻ്റെ പ്രഖ്യാപിത നയം എന്താ? മദ്യവർജനമാണ് ഞങ്ങളുടെ നയം. മദ്യനിരോധനമല്ല, മദ്യവർജനമാണ്. എന്തോ ഈ മദ്യവർജനം എന്ന് പറഞ്ഞാൽ? മദ്യം പതുക്കെ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ടപ്പേന്ന് പറഞ്ഞാൽ ഇതാക്കുക. വർജിക്കുക എന്ന് പറഞ്ഞാൽ മദ്യം മോശം സാധനമാണ്, അത് ഉപയോഗിക്കേണ്ട എന്നൊരു ബോധം ജനങ്ങളുണ്ടാക്കി മദ്യത്തിൻ്റെ അവൈലബിലിറ്റി കുറച്ച് അങ്ങനെ പതുക്കെ ഇതിന്ന് ഇതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ മദ്യവർജനമാണ് ഞങ്ങളുടെ നയം എന്ന് മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചൊരു കൂട്ടർ അവരധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് 29 ബാറാണുള്ളത്. 29 ബാറാണുള്ളത് ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ. ഇപ്പോൾ എത്രയായെന്നറിയോ? ഇപ്പോൾ 801 ബാറുകളുടെ സംസ്ഥാനത്ത്. 29 എന്ന് പറയുമ്പോൾ ആ കണക്ക് പറഞ്ഞാൽ ഒരു കൃത്രിമത്വമുണ്ട്. കാരണം ഉമ്മൻചാണ്ടിയുടെ അവസാന കാലത്ത് പുള്ളി ബാറുകളൊക്കെ 720 മറ്റോ ബാറുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ടപ്പേന്ന് പറഞ്ഞാൽ എല്ലാം കൂടി അതൊരു മണ്ടൻ തീരുമാനമായിരുന്നു. എല്ലാം കൂടി 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രമുള്ള ബാർ ലൈസൻസ് നിലനിർത്തി. അങ്ങനെയാണ് 29 ബാർ എന്ന് പറയുന്നത്. ഇനി 702 തന്നെ വിചാരിക്കുക, 29 വിട്ടേക്കും. 720 ബാറാണ് പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ അത് 801 ആയിട്ടുണ്ട്. 320 ഈ ബവറേജസ് ഔട്ട്ലെറ്റുകളുണ്ട്. ബവറേജസ് പ്ലസ് കൺസ്യൂമർ ഫെഡ്, ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് 320 ഔട്ട്ലെറ്റുകൾ വേറെയുണ്ട്. കള്ള് ഷാപ്പുകൾ വേറെയുണ്ട്. ഇതിൻ്റെയൊക്കെ എണ്ണം കൂടുന്നേ ഉള്ളൂ. അപ്പം മദ്യവർജനമാണ് ഞങ്ങളുടെ നയം എന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ വന്നൊരു സർക്കാർ ക്രമേണ ഇത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് പുതിയ പോളിസിയെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിലാണ് IT പാർക്കുകളിൽ ഈ ലൈസൻസ് കൊടുക്കുകയാണ്. പിന്നെ സാധാരണ ഒരു ബാർ ലൈസൻസിങ്ങിന് ആവശ്യമായിട്ടുള്ള നിബന്ധനകളിലൊക്കെ ഒരുപാട് ഇളവുകൾ വന്നിട്ടുള്ളൊരു ലൈസൻസിങ് രീതിയാണ് IT പാർക്കുകൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ റിസോർട്ടുകൾക്ക് സ്വന്തം അവരുടെ കോമ്പൗണ്ടിലുള്ള തെങ്ങിൽ നിന്ന് കള്ള് ചെത്തിയിട്ട് മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള ഇത് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറേ വെച്ചാൽ മദ്യത്തിൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ പുറത്തു വന്ന ഈ പോളിസി
അങ്ങനെ ഒരു പോളിസി ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ഗവർണർ മാഷ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് സംബന്ധമായി പുറത്തു വന്ന വാർത്തകൾ. അതേപോലെ തന്നെ ഡ്രൈ ഡേ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് സമയം കൂട്ടുന്നു. സമയം കൂട്ടുന്നു എന്ന് പറഞ്ഞാൽ ഫലത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഇതിൻ്റെ ലഭ്യത കൂടുതൽ ആക്സസ് ഉണ്ടാകുന്നു, കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാകുന്നു. അപ്പോൾ മദ്യവർജനമല്ലല്ലോ നടക്കുക, മദ്യത്തിൻ്റെ ഉപഭോഗമാണ് നടക്കുക. പക്ഷേ ഇത് പറയുമ്പോൾ നമ്മൾ കാണേണ്ടപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ 2023 സെപ്റ്റംബറിൽ മന്ത്രി രാജേഷ് നിയമസഭയിൽ ഒരു കണക്ക് വെക്കുന്നുണ്ട്. കണക്ക് ഈ ദേശീയ നാഷണൽ സോഷ്യൽ ജസ്റ്റിസ് മിനിസ്ട്രിയുടെ ഒരു കണക്ക് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം നിയമസഭയിൽ പറയുകയാണ്. അദ്ദേഹം പറയുന്നു, പൊതുവേ ഉള്ള ഒരു ധാരണ ഉണ്ടല്ലോ കേരളത്തിലെ ആൽക്കഹോളിസം കൺസപ്ഷൻ കൂടുതലാണ് എന്നുള്ളത്. അത് ശരിയല്ല. അത് കേരളത്തിനകത്തുള്ളവരും പുറത്തുള്ളവരും ചുമ്മാ കേരളത്തെക്കുറിച്ച് പറഞ്ഞ് പരത്തുന്ന ഒരു അപവാദമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം സമർപ്പിച്ച കണക്ക് പ്രകാരം കേരളം മദ്യ ഉപഭോഗത്തിൽ 21ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. നാഷണൽ ആവറേജ് 14.6% ആയെടുത്ത് കേരളത്തിൽ 12. അല്ല, അത് 21% എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഇത് സർക്കാരിന്റെ മൊത്തം വരുമാനത്തിൽ മദ്യത്തിൽ നിന്നുള്ള വരുമാനത്തിന്റെ വിഹിതം എത്ര എന്ന ക്വസ്റ്റ്യനാണ്. അല്ലല്ല, ഈ കൺസപ്ഷൻ്റെ കണക്ക്, ഈ രണ്ട് കണക്കും അദ്ദേഹം പറയുന്നത്. കൺസപ്ഷൻ്റെ കണക്ക് പറയുമ്പോഴാണ് നാഷണൽ കൺസപ്ഷൻ നാഷണൽ ആവറേജ് 14.6%. പക്ഷേ കേരളത്തിലത് 12 ഉള്ളൂ. കേരളം കൺസപ്ഷൻ റേറ്റ് എടുത്തു കഴിഞ്ഞാൽ 21ാം സ്ഥാനത്ത്. ഇതിൽ ഈ അജിംസ് പറഞ്ഞ ഇതുണ്ടല്ലോ, ഈ വരുമാന കണക്കിൽ കൺസപ്ഷൻ 21ാം സ്ഥാനത്തും വരുമാന കണക്കിൽ 23ാം സ്ഥാനത്തുമാണ് അദ്ദേഹം ഈ നിയമസഭയിൽ വെച്ച കണക്ക് പറയുന്നത്. പക്ഷേ ഇതിൽ ഈ ഉപഭോഗം കുറയുന്നുള്ളത് വസ്തുതയാണ്. അതിന്റെ കാരണം എന്താ വെച്ചാൽ ആളുകൾ ഇപ്പോൾ മദ്യപിക്കുന്നു. അതാണ് ഞാൻ പറയുന്നത്. ഇത് പിന്നെ മദ്യമല്ലാത്ത വേറെ സാധനങ്ങൾ അവൈലബിൾ ആയതുകൊണ്ടാണോ? ധാരാളമായി അതൊരു ലാഭമില്ല എന്ന് പറയുന്നത് അപ്പോൾ വസ്തുതയാണല്ലേ ബാർ ഉടമകൾ? അല്ല, അതാണ് കാര്യമെങ്കിൽ അത് ഗുരുതരമായ സാഹചര്യമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഈ പറയുന്ന GST യുവതലമുറ മദ്യപിക്കുന്നില്ല. മദ്യം ഔട്ട് ഓഫ് ഫാഷൻ. ഫേസ്ബുക്കൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയതുമാതിരി അല്ലേ? അങ്ങനെയായിരിക്കാം. എനിവേ, ഈ വിവാദം അധികം പോകാൻ പോകുന്നില്ല. യെസ്, എന്തായാലും ചില ദുരൂഹമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിച്ച് പറയാം. എന്തായാലും ബാർ ഉടമ അനിമോൻ്റെ ശബ്ദരേഖ സംഘടനയും CPM ഒക്കെ തള്ളിക്കളയുന്നുണ്ട്. പക്ഷേ ഇത് ഏത് രീതിയിൽ വരും ദിവസങ്ങളിൽ പ്രതിപക്ഷം ആയുധമാക്കാൻ കഴിയും, എത്രത്തോളം ഈ വിവാദം ആളിക്കെത്തും എന്നതിൽ മാത്രമേ സംശയമുള്ളൂ.